അതായത് ഇൻഫ്ലുവൻസേഴ്സ് അധികം ഇൻവോൾവ് ആവാത്ത ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു ലോറൻസ് ബിഷ്ണോയുടെ. അറിയാത്തവർക്ക് വെറും എന്താ പറയാ ഒരു ബിഷ്ണോയി കാസ്റ്റിലുള്ള ഒരു ജസ്റ്റ് ഒരു ആളെന്നുള്ള സംഭവമായിരിക്കും. പക്ഷെ ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം ധാരണയുള്ള മുംബൈ അധോലോകം, ബോംബെ അധോലോകം, ഇന്ത്യൻ അണ്ടർവേൾഡ് ആ ഒരു സ്പേസിൽ ഒരു സുപ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്ന കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ജയിലിലുള്ള ഒരു വ്യക്തിയാണ് ലോറൻസ് ബിഷ്ണോയി. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു തുടക്കം മുംബൈ അധോലോകമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ കൗമാരവും കോളേജ് ജീവിതവും അവിടെ നിന്നാണ് ഒരു ക്രിമിനൽ ആ ഒരു ആസ്പെക്റ്റിലേക്ക് പുള്ളി വളർന്നതെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പോൾ അത് ഫുൾ അവരുടെ രാജസ്ഥാനിലെ സ്പെസിഫിക് സെക്ടറിലാണ്. ബിഷ്ണോയികളുടെ ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു സെക്ടറാണത്. മുംബൈ ആയിട്ട് ബിഷ്ണോയിയെ ജോയിൻ ചെയ്യുന്ന ഇവിടെ പഞ്ചാബ്, ഇത് പഞ്ചാബും ആയിട്ട് കണക്ട് ആവുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ബിഷ്ണോയിസ് ആർ ജനറലി ഫ്രം രാജസ്ഥാൻ. അവർക്കാണ് ഈ ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞ ഡിയറിനെ ആരാധിക്കുകയും ജൈനിസം ആയിട്ടുള്ളൊരു കുറച്ച് തീംസിൽ അവർ സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് ബക്കിന്റെ കേസ് വന്നപ്പോഴാണ് സൽമാൻ ഖാൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ബിഷ്ണോയി ഗ്യാങ് എന്ന് സ്വയം പറയുന്ന അവരുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. അങ്ങനെയാണത് മുംബൈ അധോലോകമായിട്ട് കണക്ട് ആവുന്നത്. കാരണം സൽമാൻ ഖാൻ മുംബൈ ബേസ്ഡ് ആണ്. അവരുടെ ആക്ടിവിറ്റീസ് കൂടുതലും മുംബൈയിലോട്ടാക്കി അവർ ത്രെഡ്സ് ആയാലും ബ്ലാങ്ക് കോൾസ് ആയാലും ലെറ്റർ മെസ്സേജസ് ആയാലും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് മീഡിയ ടേക്ക് ഓവർ ചെയ്തപ്പോഴത്തേക്ക് അതൊരു മുംബൈ ആസ്ഥാനമാക്കിയുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറയാൻ തുടങ്ങി. ഇപ്പം ബിഷ്ണോയി ലോറൻസ് ഇപ്പം തിഹാർ ജയിലിലാണ്. ഈ സൽമാൻ ഖാൻ എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ബിഷ്ണോയി ഇപ്പൊ ഒരു സ്റ്റാർ മെറ്റീരിയൽ ലെവലിലുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ ഒരുപാട് പേര് ഇവർക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ വരെ വധഭീഷണി പോകുന്നുണ്ട്. അതെ അതെ അതെ. പക്ഷെ ഇതില് ഇത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും കാണാനുള്ള മെയിൻ കാരണം ആള് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആള് പറയുക മാത്രല്ല അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പരിപാടിയിലാണ്. ആർക്കെതിരെ? സൽമാൻ ഖാൻ. അതെ, നമ്മളെല്ലാം ബോളിവുഡിൽ ഒരു കിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോൺ ഉണ്ടെങ്കിൽ അത് സൽമാൻ ഖാൻ അല്ലാതെ വേറെ ആരും ഇല്ല. ആ ഇൻഡസ്ട്രിയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അവരുടെ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും ഇപ്പോഴും ഭൂരിഭാഗം ജനങ്ങളും ബോളിവുഡ് എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാന് അതിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും കണ്ടും കേട്ടും അറിയുന്ന കാര്യമാണ്. പക്ഷെ ആള് ഭയങ്കര എല്ലാ രീതിക്കും ഇൻവോൾവ് ആണല്ലോ. അതായത് പുള്ളിക്കാരൻ പിടിക്കാത്ത പള്ളിയില്ല ആ പരിപാടിയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഏറെക്കുറെ ഇതിപ്പോ ഷാറൂഖ് ഖാൻ ആണെങ്കിൽ ക്രിക്കറ്റുമായിട്ട് ഇച്ചിരി കമ്മിറ്റഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമീർ ഖാൻ ആണെങ്കിൽ സിനിമ തന്നെയാണ് പുള്ളിക്കാരൻ്റെ ത്രോട്ട് പരിപാടി. പിന്നെ ഋത്തിക് റോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എല്ലാ രീതിക്കും ഒരു ന്യൂസ് വാല്യൂ ഉള്ള സ്റ്റാർ എന്നുള്ള ഒരു സംഭവം അതെ 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 അത് സൽമാൻ ഖാൻ ആണ്. പക്ഷെ അതും ലോറൻസ് ഗ്യാങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള ഒരു റെഗുലർ ത്രെഡ്സും റെഗുലർ പോലീസ് ക്രിമിനൽ ഇഷ്യൂസും അവർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ലൈം ലൈറ്റിലാണ്. പിന്നെ ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത് ജയിൽ അധികൃതർ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു. കാരണം 10-12 വർഷമായിട്ട് ഒരാൾ ജയിലിൽ കിടക്കുന്നു, എന്നിട്ടും അയാളുടെ ഗ്യാങ് നല്ല പ്രാവർത്തികമായിട്ട് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജയിലിലൂടെ അയാൾക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണ് അയാൾ ജയിലിലൂടെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സിനിമയിൽ കാണുന്ന പരിപാടി പോലെ തന്നെ ഇല്ലേ? അതായത് ജയിലിന്റെ ഉള്ളിലുള്ള ആള് എല്ലാ രീതിക്കും എല്ലാ സംഭവങ്ങളിൽ ഇൻവോൾവ് ആവുന്നു. എങ്ങനെ ഇൻവോൾവ് ആവും? ഇത് നമ്മളിപ്പം ആസ് എ ഡിസ്കഷൻ സംസാരിക്കുന്നെങ്കിലും ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഒരു മർഡർ ഉണ്ടായി, ഡേ ലൈറ്റ് മർഡർ പഞ്ചാബിൽ. സിദ്ധു മൂസേവാല എന്ന് പറഞ്ഞൊരു സിംഗറിന്റെ ഡേ ലൈറ്റ് മർഡർ. അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളൊരു ഗ്യാങ് വാർ എന്ന രീതിക്ക്, ഒരു ഗ്യാങ് ലീഡർ അല്ലെങ്കിൽ ഗ്യാങ് വാർ എന്ന രീതിക്ക് ബിഷ്ണോയി ഗ്യാങ്ങിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞിട്ടും ഇത് നമ്മൾ ഈ ഒരു കേസ് എല്ലാവരെയും ഒരുപാട് ഷോക്കിൽ ആക്കിയായിരുന്നു. കാരണം ബ്രോഡ് ഡേ ലൈറ്റില് ഒരു ആളല്ല, ആ പുള്ളിക്കാരൻ പഞ്ചാബിലൊരു റിനൗൺ സിംഗറാണ്. ആ സിംഗറിന്റെ വണ്ടി തടഞ്ഞു നിർത്തി 5-8 ആൾക്കാരടങ്ങുന്ന സംഘം മെഷീൻ ഗൺസ് ആയിട്ട് ഫയർ ചെയ്ത് ആ വണ്ടി മുഴുവൻ ചിഹ്നം ഭിന്നമാക്കി കളഞ്ഞു. അതിൽ പുള്ളി മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബ്രോഡ് ഡെഡ് ആണ് പുള്ളിയെ ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. അപ്പം അതുപോലെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു മർഡർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രോഡ് ഡേ ലൈറ്റിൽ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇവരുടെ മെയിൻ ഇൻട്രസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇവര് ചെയ്തൊക്കെ ഇവരങ്ങോട്ട് ഏറ്റെടുക്കുന്ന ഒരു മനസ്സ് ഇവർ കാണിക്കുന്നുണ്ട്. അതെ, അത് നമുക്ക് കാരണം അതിനും മാത്രം ഇൻഫ്ലുവൻസും അതിനും മാത്രം അവരുടെ ഗ്യാങ്ങിലെ 4 പേരെ പിടിച്ചാൽ അവർ വീണ്ടും 5 പേരെ അവർ ആഡ് ചെയ്യുമെന്നുള്ളൊരു അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് അവർ കാണിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത കാര്യം ഞാൻ ഈ ലോകത്തെ അറിയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഈ കേസിൽ
പുള്ളിക്കാരൻ്റെ ഒരു അസിസ്റ്റന്റ് കം റൈറ്റ് ഹാൻഡ് മാൻ എന്ന് പറയാം, ഗോൾഡി ബ്രാർ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളിയാണ് ഈ സിദ്ധു മൂസേവാല മർഡർ കേസ് ആസൂത്രണം ചെയ്തെന്നാണ് പറയുന്നത് കേട്ടുന്നത്. പുള്ളിക്കാരൻ കാനഡയിലാണ്. പുള്ളിക്കാരൻ അഗൈൻസ്റ്റ് റെഡ് കോർണർ നോട്ടീസ് വരെ കൊടുത്തിരിക്കുകയാണ്. അതായത് മെയിൻ ആയിട്ടുള്ള ആള് ജയിലിൽ ഇവിടെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ജയിലില് അയാളെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്ന ആള് കാനഡയില്. എന്നിട്ടും രണ്ടുപേർക്കെതിരെയും നമുക്ക് തെളിവുകളില്ല. പക്ഷെ ഇങ്ങനെ ഒരു മിത്തിക്കൽ ഗ്യാങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ 700ഓളം ഷൂട്ടേഴ്സ് ഉള്ള ഒരു ഗ്യാങ് ആണ്. ഇലുമിനാറ്റിയുടെ ഭാഗം വല്ലാവാൻ സാധ്യതയുണ്ടോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കേസല്ല. പക്ഷെ എന്നാലും ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റീൽസിലും ഫേസ്ബുക്കിലും ടോട്ടൽ സോഷ്യൽ മീഡിയാസിൽ ഈ പുള്ളിയും പുള്ളിയുടെ ഗ്യാങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു ഹീറോയിസം പിടിച്ച് പറ്റുന്നുണ്ട്. നമ്മുടെ ഈ വിജയുടെ ഒക്കെ ഒരു സിനിമ ഒരു സമയത്ത് ഇറങ്ങുന്ന പോലെ ഈ പോക്കിരി പോലത്തെ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവരോട് തോന്നുന്ന ആ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു സ്റ്റാർ വാല്യൂ ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഗ്യാങ്ങിനും ഗ്യാങ് ലീഡറിനും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം നല്ലതാണ്, നമ്മുടെ ഒരു സമൂഹത്തിന് എന്തുമാത്രം അത് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആക്ച്വലി അതിന്റെ ഒരു മിനി സ്പേസിലുള്ള ആളാണ് എനിക്ക് തോന്നുന്നു ബോബി ചമ്മൺ. അത് പുള്ളിക്കാരനെ കുറിച്ച് ഇപ്പൊ നമുക്ക് അതായത് ഇതിപ്പോ കൈദിയിലെ വില്ലന്റെ പാസ്റ്റ് എന്താന്ന് അല്ല കൈദിയിലെ അതെ അതെ അതിന്റെ പാസ്റ്റ് എന്താന്ന് ആർക്കും അറിയില്ല. പക്ഷെ ബോബി പറയണു ആളുടെ പാസ്റ്റ് ഇങ്ങനെയൊക്കെയാണെന്ന് ആള് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാണ്ട് എടുക്കാം. നമുക്ക് വേറെ തെളിവുകളൊന്നുമില്ല. അത് കണ്ട് ആൾക്കാരെ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് പേര് ആളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ആളുടെ ലൈഫ് സ്റ്റൈല് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്ത ഇതുവരെ എത്തിയിട്ടുണ്ട്, അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു സാധനം. അങ്ങനെയുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഇവർക്കും ഉണ്ട്. അതായത് ഇതിപ്പോ ഒരു സാധാരണക്കാരന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലല്ല അവരുടെ ഗ്യാങ്ങിന് ഫണ്ടിങ് എവിടുന്നാണ്, അവരുടെ ഗ്യാങ്ങിന് എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കെന്നല്ല ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന് വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിക്ക് വളർന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പം കണ്ടറിയാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ടൈം ഫ്രെയിമിൽ ജയിലിൽ എന്തുമാത്രം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് ഇപ്പം റീസെന്റ് ലോറൻസ് ബിഷ്ണോയുടെ തന്നെ ജയിലിൽ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ, കൂട്ടുകാരുമായിട്ട് കളിക്കുന്ന വീഡിയോ ഇവരെടുക്കുന്നു. പക്ഷെ മറ്റൊരിലേക്ക് എങ്ങനെ എത്താം, അതിലാണ് നമുക്ക് ലോ ആൻഡ് ഓർഡറിനെ സംശയം വരുന്ന രീതിക്കുള്ള ഒരു ആസ്പെക്ട് ആണത്. ആക്ച്വലി നമ്മള് സിനിമയാണ് ഇത് സിനിമയിൽ മാത്രം നടക്കുള്ളൂ, സിനിമയാണ് അതൊക്കെ സിനിമയിലുള്ള മാജിക് ആണ്, സിനിമ ഫുള്ള് ഫാന്റസി ആണ്. അതെ അതെ അതെ. കഴിഞ്ഞ ഒരു 5 വർഷം ഗ്യാപ്പില് ഈ പുള്ളിക്കാരന്റെ പേരും ലോറൻസ് ബിഷ്ണോയുടെ പേരും അവരുടെ ഗ്യാങ്ങിന്റെ പേരും എന്തുമാത്രം സോഷ്യൽ മീഡിയ ടേക്ക് ഓവർ ചെയ്തു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി ജസ്റ്റ് ആ പേരൊന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല നമ്മൾ ചെറുപ്പത്തിൽ സിനിമകൾ കാണുമ്പം ഈ ഫോൺ എന്തിലോ പൊതിഞ്ഞ് കോൺസ്റ്റബിൾ ജയിലിലുള്ള ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നു, തിരിച്ചു മേടിക്കുന്നു, അത്ര അത്യാവശ്യം ഹോൾഡ് ഉള്ള ഒരാള് അങ്ങനെ ചെയ്യും. പക്ഷെ അത് ചെറുപ്പത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മളത് വിശ്വസിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മെച്യൂരിറ്റി ആകുമ്പോൾ ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് വെറും ഫാന്റസി ആണെന്നുള്ള ഒരു ധാരണയിലോട്ട് നമ്മൾ എത്തും. പക്ഷേ ഇത് ഫാന്റസി അല്ല എന്നുള്ളൊരു സംഭവം നമ്മൾ പിന്നെ പിള്ളേരെക്കാളും നമുക്ക് ഒരു സാധനം താന്നു പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക. അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ, ഇത് ഇങ്ങനെ പോസിബിൾ ആണോ, എന്താണ് അവിടെ നടക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ ഒരു ഞാൻ പറഞ്ഞില്ലേ സിദ്ധു മൂസേവാല മർഡർ ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനും മാത്രം ബ്രൂട്ടൽ മർഡർ നമ്മൾ ഈ ഒരു 5 വർഷത്തെ ടൈം ഫ്രെയിമിൽ ഞാൻ കണ്ടിട്ടില്ല. ആ വണ്ടിയുടെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ കാണുമായിരുന്നെങ്കിൽ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോസ്. അത് കാണുവാണെങ്കിൽ ആ വണ്ടിയിൽ ഒരു സ്ഥലമില്ല ബുള്ളറ്റ് ഹോൾ ഇല്ലാതെ, അതിനും മാത്രം ബ്രോഡ് ഡേ ലൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ വെറുതെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുന്ന ഒരാളോട് ഇടപെടുകാൻ പേടിയാണ് ഈ ഒരു കാരണം. അതായത് അമേരിക്കയിൽ എല്ലാവരും ആരെങ്കിലും വേണേലും ഗണ്ണുണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് മാറുകയല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വാർത്തയിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഒരാൾ പറയുന്നത് കേൾക്കുന്ന ഒരു സംഭവം നമുക്കൊരു കിക്കായിരിക്കും. അതെ അതെ അതെ. നമുക്കൊരു എന്റർടൈനിങ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കുള്ള എന്റർടൈൻമെന്റ് മാത്രമേ അനുഭവിക്കുന്ന ആൾക്കാർക്കും അവരുടെ കൂടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ അതിന്റെ ഒരു ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്ക്. എങ്ങനെ മനുഷ്യന്മാര് ജീവിക്കും. മർഡറിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനും അത് തന്നെ വിചാരിച്ച ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരും പിള്ളേരും സ്കൂളിൽ പോകുന്ന എല്ലാവരും ഉണ്ട് അവിടെ. CCTV ദൃശ്യങ്ങളിൽ ആ വണ്ടി
സിദ്ധു മൂസേവാലയുടെ വണ്ടി ഫോളോ ചെയ്യുന്നതായിട്ട് കാണുമ്പോഴത്തേക്ക് അവിടുന്ന് കൊച്ചു പിള്ളേർ നടന്നു പോവാണ് സ്കൂളിൽ. അപ്പോൾ അവർക്കൊക്കെ എന്ത് സേഫ്റ്റിയാണ് നമുക്ക് ഇവർക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഗാങ്സ്റ്റേഴ്സ്, ഇപ്പം നമ്മൾ സൽമാൻ ഖാന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സൽമാൻ ഖാനുമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടായി. റീസെൻ്റ്ലി ഇപ്പം സൽമാൻ ഖാനിൻ്റെ ഫാദറിനെ ഇങ്ങനൊരു ബ്ലാങ്ക് ത്രെറ്റ് മെസ്സേജ് ഇവരുടെ ഗ്യാങ് കൊടുത്തിരുന്നു. ഒരു ലെറ്റർ സൽമാൻ ഖാന്റെ ഫാദർ സലീം ഖാൻ വാക്കിന് രാവിലെ പോകുമ്പോഴത്തേക്ക് സിനിമ സ്റ്റൈലിൽ തന്നെ പരിപാടി ലെറ്റർ കൊടുക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഇപ്പം കഴിഞ്ഞ ഒരു 1 month ബാക്ക് അവരുടെ വീട്ടിൽ ഷൂട്ട് ഔട്ട് ഉണ്ടായി. സൽമാൻ ഖാന്റെ റെസിഡൻസിന്റെ പുറത്ത് 2 പേര് വന്ന് ഷൂട്ട് ഔട്ട് നടത്തിയിട്ട് പോയി. അധികം സ്വസ്ഥതായിട്ട് ഇരിക്കേണ്ട, നമ്മള് ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണത്. അവരെ പിടിച്ചു. പക്ഷെ അവരെ പിടിച്ചാലും ഗ്യാങ് മെമ്പേഴ്സ് എന്നുള്ള രീതിക്ക് ജാമ്യം കിട്ടുന്ന പരിപാടികളൊക്കെ തന്നെ അവര് പിറ്റേന്ന് ഇറങ്ങി കാണും. നമുക്ക് അറിയത്തില്ല, മീഡിയാസ് മെയിൻ സ്ട്രീം കാര്യങ്ങൾ മാത്രം കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും മഹാരാഷ്ട്ര കൺസിഡറബിളി ബെറ്റർ ആണ്. ഒരു 80s 90s നമ്മൾ ഗ്യാങ് വാറും ഗാങ്സ്റ്റേഴ്സ് ആ ഒരു ടൈമിൽ നിന്ന് സ്റ്റിൽ മുംബൈ ഒരുപാട് റിട്രീവ് എടുത്തതിന് മഹാരാഷ്ട്ര പോലീസ്, മുംബൈ പോലീസിന് ഒരുപാട് പറയേണ്ടതാണ്. ഇതിപ്പോ എന്റെ ഫ്രണ്ട്സ് അവിടെ ഇങ്ങനത്തെ ഒരു ഷൂട്ട് ഔട്ട് നടന്നിട്ട് അവർ മരിച്ചല്ലോ. അതെ അതെ. പിന്നെ അവിടെ കംപ്ലീറ്റ്ലി ഗ്യാങ് വാർ ടേക്ക് ഓവർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇനി അവിടെ ഉള്ള ആൾക്കാരുടെ സ്വസ്ഥത പോയി, ഇനി കംപ്ലീറ്റ് ഗ്യാങ് വാർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചേ. എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പം നിലവില് വലിയ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഗ്യാങ് വാർസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയുന്ന ഒരു സമയത്താണ് ഇത്രയും വലിയൊരു ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു 26/11 എന്ന് പറഞ്ഞൊരു അറ്റാക്ക് നടക്കുന്നത്. 10 ആളടങ്ങുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ മുംബൈ പോർട്ട് വഴി മുംബൈയിലോട്ട് എൻ്റർ ചെയ്യുകയും അവർ സ്പെസിഫൈ ചെയ്ത കുറച്ച് ലൊക്കേഷനിലേക്ക് 2 പേരായിട്ട് മൂവ് ചെയ്യുകയും ടോട്ടൽ സ്റ്റാമ്പീഡ് നടത്തുക എന്നൊക്കെ പറയത്തില്ല, റാംപേജ് നടത്തുക എന്നൊക്കെ പറയുന്ന പോലെ കാണുന്നവരെയൊക്കെ അവർ ഷൂട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് 130 to 230 ആൾക്കാരുടെ, അത് കണക്ക് ശരിയാണോന്ന് അറിയത്തില്ല, മുംബൈയുടെ മെയിൻ സ്ട്രീം ലൊക്കേഷൻസ് ആയ താജ് ഹോട്ടൽ, അവരുടെ മുംബൈയുടെ തന്നെ ഹെറിറ്റേജ് ആണ് താജ് ഹോട്ടൽ എന്ന് പറയുക. നമ്മുടെ ഒബറായ് ആൻഡ് ട്രൈഡന്റ് എന്ന് പറഞ്ഞ ജൂയിഷ് പീപ്പിൾസിന് വേണ്ടിയുള്ളൊരു ഹോട്ടലാണത്. പിന്നെ ലിയോപോൾ കെഫെ എന്ന് പറഞ്ഞൊരു കെഫെ ഉണ്ട് മുംബൈയിൽ. അവിടെ കാമ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ. ഈ 4-5 സ്പോട്സിൽ ഈ 2 പേരായിട്ട് പോയി അത്രയും കൂടിയ ഒരു വെപ്പൺ കളക്ഷൻ ആയിട്ട് പോയിട്ട് 2 ദിവസം ഫൈറ്റ് ചെയ്ത് ഏറ്റവും മേജർ ഫൈറ്റിംഗ് നടന്നിട്ടുള്ളത് ഈ താജ് ഹോട്ടലിലാണ്. ഈ 2 പേര് താജ് ഹോട്ടലിൽ ആദ്യമേ എൻട്രി ചെയ്തിട്ട് അവിടെ ഫുൾ റാംപേജ് നടത്തി. ലോബിയിലുണ്ടായിരുന്ന ഒരു 10-40ഓളം ആൾക്കാരെ അവിടെ തന്നെ വെടിവെച്ച് കൊന്നിട്ട് അവർ ഓരോ ബിൽഡിങ്സിൽ കയറിപ്പോവുകയും അവരുടെ ഹാൻഡ്ലേഴ്സ്, പാകിസ്ഥാനിലിരിക്കുന്ന ഹാൻഡ്ലേഴ്സുമായിട്ട് സംസാരിക്കുകയും, അതെല്ലാം നമുക്ക് ലൈവായിട്ട് ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ട്. അജ്മൽ കസാബ് എല്ലാരും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഇന്ത്യയിൽ. ആ സംഭവമാണ് ഇത്. അപ്പം ആ സമയത്തും മുംബൈ പോലീസിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, അവര് വെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റേഷൻ അതിർത്തി പോകാനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു ഗണ്ണും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസിന്റെ കൈ വെറും ഒരു വടിയായിട്ടാണ് അവർ പോയത്. മുംബൈ പോലീസിലെ തുക്കാറാം ഓംലെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റബിൾ ആണ് ഈ കസാബിനെ പിടിച്ചത്. അത് ഇപ്പം സിനിമയായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. എന്നുവെച്ചാല് കസാബും കൂട്ടാളിയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവര് കാമ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വണ്ടിയുമായിട്ട് വരുന്ന വഴിക്ക് ബ്ലോക്ക് ചെയ്തിട്ട് കസാബും മരിച്ചെന്നുള്ള രീതിക്ക് ഈ തുക്കാറാം ഓംലെ എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ വെറും ഒരു വടിയുമായിട്ട് സൈഡ് സീറ്റ് തുറന്ന ഉടനെ പുള്ളിക്കാരന്റെ ബോഡിയിലേക്ക് AK-47 നിറയൊഴിച്ചു കസാബിന്റെ. അതെ, പുള്ളിക്കാരൻ ആ വെടിയുണ്ട കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗൺ മേടിച്ച് പിടിച്ചെടുത്തു. അങ്ങനെയാണ് കസാബിനെ പിടിക്കുന്നത്. അത് പുള്ളിക്കാരൻ ആ സമയത്ത് ചെയ്യാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഫസ്റ്റ് വെടിയിൽ തന്നെ പുള്ളിക്കാരൻ ബാക്കിലോട്ട് വീഴുകയായിരുന്നെങ്കിൽ ഇനിയും ഓഫീസേഴ്സിന് കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. അപ്പം അതുപോലത്തെ ഓഫീസേഴ്സ് ഉള്ള മുംബൈ ആണിപ്പം നമ്മൾ. ആ ഒരു ഓഫീസർ മാത്രമല്ല, 2-3 ഓഫീസേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആർമി ഓഫീസർ NSC-ലായിരുന്നു ആള്. ഒരു മൂവിയില് ആളുടെ പേര് മെൻഷൻ. അതെ 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 അതെ, അത് മൂവിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ആളും ഇങ്ങനെ ഈ ഒരു
സംഭവത്തിലാണ് മാർട്ടിയറായത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാങ് വാർ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ഇപ്പം മുംബൈയിലൊക്കെ ഒരുപാട് ബെറ്റർ ആണ്. ബട്ട് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് അത് പ്രോപ്പർലി അവർ അതുപോലെ തന്നെ വർക്ക് ചെയ്യാണ്. നമുക്ക് ഭീതി പരത്താൻ ഉള്ള ഒരു സാഹചര്യങ്ങളും അവർ മിസ്സാക്കാത്ത രീതിക്കാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി അവർ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ഒരു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിപ്പോ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു പി ആർ സെറ്റപ്പ് അവരുടെ ഒരു ഭയങ്കര വലിയൊരു പി ആർ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനും മാത്രം ഫാൻസ്, നമ്മള് സിനിമാ താരങ്ങൾക്ക് ഫാൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പം ആനകൾക്ക് ഫാൻസ് അസോസിയേഷനും കാര്യങ്ങളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് തന്നെ. അപ്പൊ അതുപോലെ ഒരു ഗാങ്സ്റ്ററിന്, ഒരു ക്രിമിനലിന് ഒരു 100ഓളം അല്ലെങ്കിൽ 50ഓളം കേസുള്ള ഒരു ക്രിമിനൽ കേസുള്ള ഒരു ആളിന് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അത് നല്ല കാര്യമാണോ അതോ നമ്മുടെ ഇൻഫ്ലുവൻസിങ് തെറ്റാണോ എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ ചെന്നെടുക്കും. അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. അല്ല, ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇത് ആർക്കും വേണമെങ്കിലും ഇവിടെ ഫാൻസ് ആവാം. സത്യം. ഇതിപ്പോ ഗോവിന്ദസ്വാമിക്ക് മിക്കവാറും ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? നമ്മൾ റെഗുലർലി ഒരു ഹോട്ട് ടോപ്പിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലായിരിക്കും. പക്ഷെ ഫാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും ഇത് കൂടാം, കുറയാം, അല്ലെങ്കിൽ ഇനിയും കേസസ് ഉണ്ടാവാതിരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്ത്രീയെ അപമാനിച്ച കേസിൽ ഒരു പുള്ളിക്കാരൻ ബസ്സിൽ, ഒരു KSRTC ബസ്സിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ആളപ്പൊ തന്നെ ഈ കണ്ടക്ടർ ഓടിച്ചു പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തോ. അത് ഭയങ്കര വലിയ ന്യൂസ് ആയി. അതായത് വിമൻ, ആ പെൺകുട്ടി അതൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. എന്തോ ആവട്ടെ, ആളെ സപ്പോർട്ട് ചെയ്തിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ വന്നിട്ടുണ്ട്. അവിടെ മെൻസ് അസോസിയേഷൻ, അതായത് മെൻസ് അസോസിയേഷൻ എന്നൊക്കെ ഞാൻ കേൾക്കണത് അപ്പളാ ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ അസോസിയേഷൻ. നമ്മളൊക്കെ ആദ്യമേ പോയാൽ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഇതില് നമുക്കത് എന്താ പറയാ, രണ്ട് രീതിക്ക് ആലോചിക്കാം. ഒരു 0% സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിനേക്കാൾ ഇതിപ്പോ ആള് നിരപരാധി ആണെങ്കിൽ ഈ പെൺകുട്ടി, ആ പെൺകുട്ടി അതായത് അങ്ങനത്തെ പോർഷൻ മാത്രം കട്ട് ചെയ്ത് കാണിച്ചിട്ട് ഇതിനെ മിസ്ലീഡ് ആക്കിയതാണോ എന്താണോ വാട്ട് എവർ, അങ്ങനെ ആണെങ്കിൽ ഇയാളൊരു നിരപരാധി ആയിരുന്നിരിക്കാം. ഇയാളൊരു നിരപരാധി ആണെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടെങ്കിലും അവർക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. ശരിയാണ്. പക്ഷെ അങ്ങനെ ഇങ്ങനത്തെ പലതരം അസോസിയേഷൻ, പലതരം ഗ്രൂപ്പിംഗ്സ് പല സ്ഥലങ്ങളിലായിട്ട് പല രീതിക്ക് ഉണ്ട്. ലോറൻസ് ബിഷ്ണോയ്ക്ക് കൂടെ എന്തുകൊണ്ടായിക്കൂടാ? അതെ, അത് ഇങ്ങനത്തെ ഉള്ളൊരു റൈറ്റ്സ് എല്ലാ ആൾക്കാർക്കും ഫോൺ വാങ്ങിക്കാം, ഇൻസ്റ്റാഗ്രാം ID യൂസ് ചെയ്യാം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID യൂസ് ചെയ്യാം എന്നുള്ളൊരു അത് വരുമ്പോഴത്തേക്ക് അവർക്കും യൂസ് ചെയ്യാം. അവരത് എന്ത് രീതിക്ക് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഗവൺമെന്റ് അതിൽ എത്ര റെസ്ട്രിക്ഷൻസ് ഇടുന്നു, അതൊക്കെ ഇതിൽ ചിന്താ വിഷയങ്ങളാണ്, ടോപ്പിക്സ് ആണ്. പക്ഷെ ഇതിപ്പം നിലവിലല്ല, നമ്മള് ഗവൺമെന്റിലെ ഒരു ആക്ഷൻ, അവർ ചെയ്യുന്ന ആക്ഷൻ ഞാനൊന്ന് ജസ്റ്റ് വേറെ രീതിക്ക് നോക്കിയാല്, അതായത് ഇതിപ്പോ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഉദ്ദേശമായിരിക്കാം. അതിലൂടെ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു സ്പേസിൽ അത് ആക്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമുക്കത് എന്തിനാണ്, ഇതിപ്പോ പല തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, പലതരത്തിലുള്ള ഗ്രൂപ്പീസ് ഉണ്ട്, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പം LDF അല്ലെങ്കിൽ CPM റിലേറ്റഡ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ കോൺഗ്രസ് എതിർക്കും, BJP എതിർക്കും. ഇവർക്ക് ആർക്കെങ്കിലും അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ CPM എതിർക്കും. ഒരു ഇതാണ്, മീൻസ് ഒരു കട്ട ഹെയ്റ്റ് ആണ് എന്താണെങ്കിലും. അതിപ്പോ ഏത് കാര്യമാണെങ്കിലും കട്ട ഹെയ്റ്റ് മാത്രമാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എല്ലായിടത്തും ഉണ്ടാവുക. എന്തിനാണത്, ഏത് കാര്യത്തിനാണത്, എന്താണെന്ന് ഒരു കാര്യത്തിൽ അന്വേഷിക്കില്ല. ഇൻ കേസ് ആരെങ്കിലും അത് സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ അത് മിസ്ലീഡർ ആയിട്ട് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആർക്കും കിട്ടാത്തതുകൊണ്ടേ പല രീതിക്ക് ഇങ്ങനെ. ഇപ്പം ഞാൻ ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുന്നതാണ് അയാൾ മനസ്സിലാക്കുന്ന സത്യം എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെയാണ് സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും. ഇപ്പം അവർ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, പക്ഷെ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ആരാധകരായിട്ട് മാറുക
ഒരു ഗാങ്സ്റ്ററിന്റെ ആരാധകരായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഒരു സർപ്രൈസിങ് എലിമെന്റ് ആണ്. ആക്ച്വലി അതിന് ആർക്കും ഒന്നും ചെയ്യാനും പറ്റൂല. പറ്റില്ല, അതൊന്നും ആരുടെയും കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കേസല്ല. അജിത് കുമാറിന് ഫാൻസ് അസോസിയേഷൻ ഇപ്പൊ അൺഒഫീഷ്യൽ ആയിട്ടുണ്ട്, പക്ഷെ അതെ അതെ അത് ഒഫീഷ്യൽ അല്ലെന്ന് പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞു, അത് കട്ട് ചെയ്തു. പക്ഷെ അതെ ഒരാളെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ഫാക്ടർ എവിടെ ഇല്ലല്ലോ. പക്ഷെ അത് അസോസിയേഷൻ ആയിട്ട് ഇതിപ്പോ ഫഹദ് ഫാസിലിന്റെ ഫാൻസ് അസോസിയേഷൻ ഇല്ല, പക്ഷെ ആളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാര് അസോസിയേഷന്റെ പേര് ലേബൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ അജിത് കുമാറിനാണെങ്കിൽ ആ ലേബൽ ഇല്ലാണ്ട് ചെയ്യുന്നുള്ളൂ. സംഭവം എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. അതെ, ചിലപ്പോ ഫാൻസ് അസോസിയേഷൻ, ചിലപ്പോ ഏതെങ്കിലും മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഈവൻ ഒന്നുമില്ല.